ഇന്നലെ രാത്രി ജാൻമണി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? അന്ന് നിന്നെ എല്ലാത്തിലും സപ്പോർട്ട് എല്ലാം ചെയ്യാൻ ഞാൻ മാത്രമാണ് ഉണ്ടായത്. അന്ന് നിനക്ക് എന്നെ മനസ്സിലായില്ല. ഇതിന്റെ മുന്നേ രതീഷേട്ടനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു. അന്ന് അയാൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമാണ് ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് റോക്കിയെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അന്ന് അവന് വേണ്ടി സംസാരിച്ചത് ഞാൻ മാത്രമാണ്. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, എന്റെ ഇപ്പോഴത്തെ വിഷമം അതാണ്. നല്ല ആളുകൾ മൊത്തം ഇവിടെ നിന്ന് പോയി, ഇനിയുള്ളത് മൊത്തം കച്ചറകളും. അങ്ങനെ അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, റോക്കി ബായ് പോയത് അവിടെ നിൽക്കട്ടെ, അയാൾ ഒരാളെ തല്ലാൻ പാടില്ലായിരുന്നു. ഒന്ന് കൺട്രോളെങ്കിലും ചെയ്യാമായിരുന്നു. തല്ലി കഴിഞ്ഞാൽ പുറത്താവുമെന്ന് റോക്കിക്ക് അറിയാം. പിന്നെ എന്തിനാ അവൻ തല്ലി? തല്ലാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും നിരത്തി തല്ലിക്കൊണ്ട് ഞാൻ പുറത്തിടുമെന്നൊക്കെ ഇങ്ങനെ ജിൻഡോ പറയാണ്. അങ്ങനെ ജാൻമണി പറയുന്നുണ്ട്, അവൻ അടിക്കണമെങ്കിൽ അവൻ അത്രയ്ക്കും പ്രഷർ എല്ലാം ഉണ്ടായി കാണണം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നല്ല രീതിയിലാണെങ്കിൽ അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടാവുമെന്നെല്ലാം പറയുന്ന ജാൻമണിയാണ് കാണിക്കുന്നത്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജാൻമണി പറയുന്നുണ്ട്, ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ജിൻഡോ, അത് ശരിയാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്റെ ഫോൺ നമ്പർ കുറെ ആളുകൾക്ക് കാണാപ്പാടമാണ്. അതെന്തുകൊണ്ടെന്നറിയോ? അവർക്കറിയാം എന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന്. ഒരു ഫോണെല്ലാം കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടുകാരുടെ നമ്പർ അറിയില്ലെങ്കിൽ പോലും എന്റെ നമ്പർ അവർക്ക് കാണാപ്പാടമായിരിക്കും. അത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്നെ കുറിച്ചെന്നെല്ലാം ഇങ്ങനെ ജിൻഡോടെ പറയാണ്. എന്നാൽ അത് കേട്ട് ജാൻമണി അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് ചേട്ടൻ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും എല്ലാവരെയും വേണ്ടി വരും, ഇല്ലാത്തപ്പോഴോ ആർക്കും വേണ്ടി വരില്ല. അതാണ് ഇവിടത്തെയും അവസ്ഥ. പവർ ഉണ്ടായപ്പോൾ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു, പവർ ഇല്ലെങ്കിലോ ആർക്കും എന്നെ വേണ്ടെന്നെല്ലാം പറയുന്ന ജിൻഡോയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.